ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ദ്വീപ്. ലെമർ എന്ന വന്യജീവിയാൽ ഏറ്റവും പ്രശസ്തമായ ഒരു നാട്. ഫ്ലോറയുടെയും ഫോണയുടെയും സുന്ദരങ്ങളായ ഓർക്കിഡ് പുഷ്പങ്ങളുടെയും നാട്. ദിവസേന $2 താഴെ മാത്രം വരുമാനമുള്ള മഹാഭൂരിപക്ഷത്തിൻ്റെ നാട്. യേശുവിനെ രക്ഷകനായും ജീവിതത്തിലേക്കും സ്വീകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മഹാജനതയുടെ നാട്. അതെ, മഡഗാസ്കർ എന്ന മഹാദ്വീപിൻ്റെ പോർട്ട് ബെർഷെ എന്ന രൂപതയുടെ ഇടയൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോർജ് വർക്കി പുതിയാകുളങ്ങരയാണ് ഇന്ന് വോയിസ് ഓഫ് ദ ചർച്ചിൽ നമ്മളോടൊപ്പമുള്ളത്. പ്രിയ പിതാവേ, അങ്ങേക്ക് ശാലോം ടി വിയിലെ വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിതാവേ, അവിടെ ചെന്ന് ഇത്രയും വർഷം 37 വർഷത്തെ മഡഗാസ്കർ ജീവിതം, ആഫ്രിക്കൻ ജീവിതം, അങ്ങേക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരുപാട് ദൈവവിളികൾ ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപാട് പുരോഹിതരുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ദൈവത്തെ അറിയുവാൻ, ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുവാൻ, ഇവിടുത്തെ ആളുകളെ ദൈവരാജ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുമായിരുന്നു എന്ന് അങ്ങ് ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടില്ല? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ രൂപതയിൽ ആദ്യം പറഞ്ഞതുപോലെ വൈദികർ തീരെ കുറവാണ്, വിളവേറെ വേലക്കാർ ചുരുക്കം. അപ്പോൾ ഞാൻ അവിടെ തന്നെ മഡഗാസ്കറിലുള്ള പല റിലീജിയസ് കോൺഗ്രിഗേഷനോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരിപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവിടെ ടെലിഫോണുണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, വഴിയുണ്ടോ എന്നാണ് ആദ്യം അവരന്വേഷിക്കുന്നത്. അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളാണ് അധികവും. അതുകൊണ്ട് ധാരാളം റിലീജിയസ് കോൺഗ്രിഗേഷൻസ് വന്നിട്ടില്ല അവിടെ, പ്രത്യേകിച്ചും ഉൾപ്രദേശങ്ങളിലേക്ക്. കാരണം ഉൾപ്രദേശങ്ങളിൽ ധാരാളം നടക്കണം. അതുകൊണ്ട് ആർക്കെങ്കിലും അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അരമനയിൽ ഈ ടെലിഫോണും ഇലക്ട്രിസിറ്റി അതൊക്കെ വന്നത് ഈ കഴിഞ്ഞ കൊല്ലമാണ് ശരിക്കും വന്നത്. ഇലക്ട്രിസിറ്റി അരമനയിൽ ഉള്ളത് ഇത് സോളാർ ഉണ്ട്. അവിടുത്തെ ഇലക്ട്രിസിറ്റി എപ്പോഴും ശരിക്കും നടക്കുന്നില്ല. അത് ഈ ഡൈനാമ വെച്ചുള്ള ഗ്രൂപ്പ് ആണ്. അത് മഴക്കാലമാകുമ്പോൾ ഈ വലിയ കുഴപ്പമില്ല അവിടെ, വലിയ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ തിരിയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കണം ഇത് പോകുന്ന വഴിക്ക്. അതെ. പിന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ അധികവും ജനങ്ങളും സാധാരണമായിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിക്കാത്തവരാണ്. അതുവരെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് വരെ അവർ ഒന്നിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നേച്ച് പോയി കിടക്കും, രാവിലെ കേൾക്കും. അങ്ങനെ അപ്പം ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമൊന്നും വരുന്നില്ല അവർക്ക്, സാധാരണ ജനങ്ങൾക്ക്. അപ്പം ഞാൻ ഇപ്പോൾ റിലീജിയസ് സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷന് ഇപ്പോൾ 12 ഞാൻ ചെന്നപ്പോൾ 5 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 12 ഇനിയും വരാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും വിളവിൻ്റെ നാഥനോട്, എന്നും ഈശോ പറഞ്ഞതുപോലെ. അതുപോലെ റിലീജിയസ് അച്ഛന്മാരുടെ ഇപ്പോൾ 7 കോൺഗ്രിഗേഷനായി, ഇനിയും വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഈ അതുകൊണ്ട് ഞാൻ വഴി ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാ ജനങ്ങളോടും പറയുന്നത്. നിങ്ങൾ വഴി നേരെയാക്കുവിന്, വഴി വന്നിട്ട് വരാൻ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു 85 കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്ക് അവിടെ 2004 അവിടെ ആദ്യമായിട്ട് പോയിട്ട് ഒരു അച്ഛൻ പോയി കുർബാന ചൊല്ലി. അത് കഴിഞ്ഞ് 2014 അവിടെ 10 വർഷമായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഒരിക്കലും അവിടെ പോയി. അപ്പോൾ 2 ദിവസത്തെ യാത്രയായിരുന്നു, നടന്ന് 2 ദിവസത്തെ യാത്ര നടന്ന് പോകുന്ന വഴിക്ക് അവിടെ സൗകര്യങ്ങളൊന്നുമില്ല, വളരെ പാവപ്പെട്ട. വിശ്രമിക്കും പിതാവ് അവർ ആ രാത്രി ഒരു വില്ലേജിൽ ഞങ്ങൾ അവരൊരു ചെറിയൊരു കുടുംബം പോലെ ഒരു ചെറിയ തന്നു. അവിടെ ഭയങ്കര കാറ്റുണ്ടായിരുന്നു ആ സ്ഥലത്ത്. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഉറങ്ങി, അങ്ങനെയൊക്കെ. അപ്പം കാരണം അവരുടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെ അവിടെ കണ്ടു ഈ ജനങ്ങൾ, ആ കുട്ടികളൊക്കെ ഈ അവിടെ ഒരു കൂട്ടം ഈ പന്നി വര പോലെ അവിടെയുണ്ട്. അത് ഇങ്ങനെ ഈ കുട്ടികളുടെ കാലിലും കയ്യിലും ഒക്കെ കയറും. എന്നിട്ട് നടക്കാൻ പറ്റില്ലാതെ അങ്ങനെ ശരിക്കും നടക്കത്തില്ല, ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിയിട്ട്. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ട് അവർ നമ്മൾ ചോദിക്കുന്നത് ഒന്നെങ്കിൽ ഡിസ്പെൻസറി വേണം, അല്ലെങ്കിൽ സ്കൂൾ വേണം, ഡോക്ടറെ വേണമെന്നൊക്കെയാണ്. അപ്പോൾ അവരോട് നമ്മൾ പറയും, ഇത് നന്നായിട്ട് നിങ്ങളിത് അടിച്ച് വൃത്തിയാക്കണം. ഞങ്ങൾ സാധാരണയായിട്ട് ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ പായ് പോലെ മെഴുകി അടിച്ച് വൃത്തിയാക്കുന്നത് അവർക്കറിയില്ല. അപ്പോൾ ഒരു പായ് കാണും മുകളിൽ, ആ പായിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് അടിക്കുവാണെങ്കിൽ അതിൻ്റെ ആ മണ്ണും ഇതൊക്കെ ഇട്ട് ആ പായയുടെ അടിയിലേക്ക് വിടും. ആ പായയുടെ അടിയിലേക്ക് വിടുമ്പോഴത്തേക്കും അവിടെ ഒത്തിരി കൃമികളും അതുപോലെ ഇതൊക്കെ ഉണ്ടാവും, മുട്ടയും പരിപാടിയൊക്കെ. നമ്മളവിടെ ചെന്നിരിക്കുമ്പോഴേക്കും അത് പതുക്കെ അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ സാധാരണയായിട്ട് സ്പ്രേ ഉണ്ടാവും, അത് അല്ലെങ്കിൽ കിടക്കുമ്പോഴൊക്കെ ആയിട്ട്.
പിന്നെ ഞങ്ങൾ തന്നെ ബെഡ്ഷീറ്റും കൊണ്ടുപോകും, ഞങ്ങൾ തന്നെ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഉള്ള കാരണം അതേ നമുക്ക് അതിലും കയറി വന്നാലും 4 ഇതുണ്ട്. അവിടെ ചെന്നിട്ട് പിന്നെ ആ മനുഷ്യരെ ഒരു സ്ഥലത്ത് ഒരു വില്ലേജിൽ ഈ പ്ലേഗ് വന്നിട്ട് ഒത്തിരി പേര് മരിച്ചുപോയി. അപ്പോൾ പിന്നെ ഈ വൃത്തികേട് കൊണ്ട് ഈ എന്താണ് എലി അവിടെ പോയിട്ട് അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ഇതായിട്ട് ധാരാളം പേർക്ക് പ്ലേഗ് ബാധിച്ചു, ഒത്തിരി പേര് മരിച്ചു. അപ്പോൾ ഞാൻ അവിടെ അവരോട് ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതാണ് ഈ പ്ലേഗ് വന്നതിൻ്റെ കാരണം. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴത്തേക്കും എല്ലാം വൃത്തിയാക്കൂ, നന്നായിട്ട് അടിക്കൂ, നിങ്ങളുടെ ഈ വില്ലേജൊക്കെ, വഴികളൊക്കെ, അതുപോലെ വീടിലൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കും അവർ പറഞ്ഞു വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും ഭംഗിയായിട്ട് ഞാൻ അവരോട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വളരെ നന്നായി ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ഇത് തുടരുക എന്നുള്ളതാണ്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കൃഷിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പം കൂടുതലായിട്ട് ഈ മിഷണറിമാർ അവിടെ ചെന്ന് താമസിച്ച് അവർ ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മുടെ തോമാസ് ലീഹായുടെ അനുയായികളാണ്. കണ്ണിൽ കണ്ടാൽ മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ. അപ്പം കാണാത്തതൊന്നും വിശ്വസിക്കുകയില്ല അവർക്ക്. അപ്പോൾ നമ്മുടെ ആ സാമീപ്യമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ കൂടുതലായിട്ട് മിഷണറിമാരെ വേണമെന്നുള്ളതാണ്. അപ്പം ധാരാളം മിഷണറിമാർ അവിടെ ഉണ്ടെങ്കിൽ അവരെ ആ മനപരിവർത്തനം ചെയ്യുന്നതിനായിട്ട് സഹായിക്കും. നമ്മുടെ ആ ജീവിത രീതി കണ്ടുപഠിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഞാൻ ആദ്യം പിതാവേ പറഞ്ഞു, ഇപ്പം അവർ ആശുപത്രികൾ കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നു, സ്കൂളുകൾ കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷേ രൂപതയെ സംബന്ധിച്ചിടത്തോളം, രൂപതാധ്യക്ഷനിൽ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു വലിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാൻ അങ്ങേക്ക് ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. അതിന് ഞാൻ സാധാരണയായിട്ട് ചില സമയങ്ങളിൽ പുറത്തു പോയിട്ട് ഞാൻ രൂപതയെപ്പറ്റി പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അവിടെ ന്യൂജേഴ്സിയിൽ അമേരിക്കയിൽ ഒരു അച്ഛനെ ഞാൻ റോമിൽ വെച്ച് 2022 കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പിതാവിൻ്റെ രൂപതയെപ്പറ്റി കേട്ടിട്ട് എനിക്ക് ഒത്തിരി സഹതാപം തോന്നുന്നു, പിതാവ് വന്ന് എൻ്റെ രൂപതയിലുള്ള എൻ്റെ ഇടവകയിലുള്ള ജനങ്ങളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ 22-നായിരുന്നു. അപ്പം അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്ന് 2-3 കുർബാന കുർബാനയിൽ ഞങ്ങൾ അവർ പറഞ്ഞു. അപ്പോൾ ആ ജനങ്ങളെ വളരെ എനിക്ക് വളരെ അതിശയം തോന്നി. അവർ അവർ തരുന്ന ആ കാശ് നേർച്ചയിടുന്ന പോലെ ഇവിടെ ഇട്ടിട്ട് അത് അവിടുന്ന് ആ ഇടവകയിൽ നിന്നും രൂപതയിലേക്ക് അയച്ച് രൂപതയാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പം ആ അച്ഛൻ പറഞ്ഞ എന്നോട്, ഒരു മനുഷ്യൻ $10,000 കൊടുത്തു. അത്രമാത്രം എൻ്റെ ഞാൻ രൂപതയെപ്പറ്റി പറഞ്ഞ് കേട്ടിട്ട്. കാരണം എൻ്റെ ആവശ്യതയെപ്പറ്റി സ്കൂളുകൾ ഉണ്ടാക്കുന്നതിനെയും പള്ളി ഉണ്ടാക്കുന്നതിനും ഡിസ്പെൻസറി ഉണ്ടാക്കുന്നതൊക്കെ ഇവിടുത്തെ പോലെ വലിയ കൊട്ടാര സദൃശ്യമായ സ്കൂളുകളോ പള്ളികളോ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല പിതാവ് ഓലമേഞ്ഞ മണ്ണ് കൊണ്ടുള്ള സാധാരണ സ്കൂളുകൾ. അപ്പോൾ ആ ഇടവകയിൽ നിന്നും എനിക്ക് $25,000 അവർ തന്നു എന്നുള്ളതാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പള്ളി ഉണ്ടാക്കുകയാണ് ആ കാശ് കൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ കാശ് ഉപയോഗിച്ചതെന്ന് അവർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ പള്ളി ഉണ്ടാക്കുന്നത് ആ പള്ളിയുടെ പടം എടുത്തിട്ട് അവർക്ക് ഇത്രയാ അത് വലിയ സന്തോഷമാണ് അതൊക്കെ. അപ്പം ധാരാളം പേര് അങ്ങനെ സഹായിക്കാനുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടേ ഉള്ളൂ. അവിടെ ഒക്കെ പോയിട്ട് അവരോട് പറയുകയാണെങ്കിൽ ഉദാര മനസ്സിലായ ഒത്തിരി ജനങ്ങളുണ്ട്, സന്മനസ്സുള്ള ധാരാളം മനുഷ്യരുണ്ട്. ഭാരത സഭയിലായാലും അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉണ്ട്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ നമ്മളൊക്കെ സാധാരണയായിട്ട് ഞാൻ വലിയ പള്ളി ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ല. കാരണം ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ധാരാളം പള്ളികളൊക്കെ ആവശ്യമുണ്ട്. സാധാരണ പള്ളികൾ ഉണ്ടാക്കിയിട്ട് ഒരു 10, 100, 200, 300 ജനങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട്, മഴയും വെയിലും കൊള്ളാതെ മിനിമം സൗകര്യത്തിൽ ആരാധന നടത്താൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദിവ്യബലി അർപ്പിക്കുവാൻ, അതല്ലേ പിതാവ് ഉദ്ദേശിക്കുന്നത്? അത് തന്നെ. അതുപോലെ തന്നെ സ്കൂൾ ഉണ്ടാക്കുന്ന അവരാദ്യം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അത് അവർക്ക് കുറച്ചുകൂടെ അവരുടെ നല്ല ഒരു അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ ഒരു തറ നന്നാക്കാനായിട്ട് സിമെൻറ്റ് അല്ലെങ്കിൽ മുകളിൽ സിങ്ക് ഷീറ്റ് ഇടാനായിട്ട് അത് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ് അവർക്ക്. അങ്ങനെ പലപ്പോഴും ഈ മിസ്സിയോയെ ജർമ്മനിയിലുള്ള അല്ലെങ്കിൽ മിസറിയോർ അല്ലെങ്കിൽ ചില രൂപതകളുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. ഇപ്പോൾ അവരോട് പോയിട്ട് നമ്മൾ പറയണമെന്നുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റിനെ പറ്റി. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭാരത സഭയും ഭാരതീയ ജനങ്ങളും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കറിലെ ജനങ്ങളെ സ്വന്തം സഹോദരന്മാരായി കാണട്ടെ. കൂടുതൽ സഹായ സഹകരണങ്ങൾ അവർക്ക് ലഭിക്കട്ടെ. അവിടുത്തെ ജനതയും നമ്മെപ്പോലെ തന്നെ നല്ല സ്കൂളുകളിൽ വിദ്യാഭ്യാസം നടത്തുവാൻ അവസരമൊരുങ്ങട്ടെ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. പിതാവേ, അവിടെ ഒരു വളരെ ഇവിടെ നിന്ന് വ്യത്യസ്തമായി അവിടെ ഈ മൃതസംസ്കാര ശുശ്രൂഷകളിൽ വളരെ വൈചിത്ര്യമുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മൃതസംസ്കാരം ഇവിടുത്തെ പോലെ അല്ല എന്ന് പറയാം. എന്തെന്നാൽ സാധാരണയായിട്ട് ആരെങ്കിലും മരിക്കുമ്പോൾ അവർക്കൊരു ദുഃഖമുണ്ട്. കാരണം ജീവിച്ചവരുടെ കൂട്ടിൽ ആ മരിച്ചവർ ഇല്ല. പക്ഷേ അവർക്കൊരു സന്തോഷം. എന്തെന്നാൽ ആ മരിച്ച വ്യക്തി സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സൃഷ്ടികർത്താവിൻ്റെ ആ വലിയ കുടുംബത്തിലേക്ക് ചേരുകയാണ്. അപ്പം സൃഷ്ടികർത്താവിനോട് നമ്മളെപ്പറ്റി, നമ്മുടെ കുടുംബത്തെപ്പറ്റി ആ ആത്മാവിന് പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സന്തോഷമുണ്ട് അവർക്ക്. കാരണം അവർ വിശ്വസിക്കുന്നു ആ പുതിയ മരണത്തിന് അനന്തരമുള്ള ജീവിതത്തെ അവർ വിശ്വസിക്കുന്നു. അതെ, വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അവർ സാധാരണ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ തന്നെയും അങ്ങനെ ഒരു വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, വലിയൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ മരിച്ചുപോയ ആ പൂർവികരുടെ ആത്മാക്കളെ വിളിച്ചിട്ട് അവരുടെ പ്രത്യേകമായിട്ടുള്ള ആശീർവാദത്തിനുമായി അവർ അപേക്ഷിക്കും എന്നുള്ളതാണ്. എന്തൊരു പ്രത്യേക നമ്മുടെ സഭയിലും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അതുപോലെ അതിപ്പം ഞങ്ങൾ സാധാരണയായിട്ട് അവർക്ക് ഇപ്പോൾ ഒരു മരിച്ച ഒരാളെ ആ കുടുംബ കല്ലറ എന്ന് പറയുന്നത് ആ ഒരു വശത്ത് സ്ത്രീകൾ മരിച്ചവർ, ഒരു വശത്ത് പുരുഷന്മാർ മരിച്ചവർ, അവർ പേരെഴുതിയിട്ട് തുണിയിൽ പൊതിഞ്ഞ് അത് പായിൽ പൊതിഞ്ഞ് ആണ് വെക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം, ചോറ് കൊടുക്കണം. കന്നുകാലി ഉണ്ടെങ്കിൽ കന്നുകാലികളെ കൊന്നിട്ട് അതിനെ പുഴുങ്ങിയിട്ട് ആ ഇറച്ചി കൊടുക്കണം. അപ്പോൾ അവർ വന്നിട്ട് അവിടെ ഇരിക്കും, അങ്ങനെ ഇരിക്കും. അപ്പോൾ ആ മരിച്ച മൃതശരീരം ആ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അവിടെ വെച്ചിരിക്കുകയാണത്. അപ്പോൾ സാധാരണ ഇവിടെയുള്ള പണ്ടത്തൊക്കെ പോലെ സെമിത്തേരികളൊന്നുമില്ല, സാധാരണയായിട്ട് സെമിത്തേരികളില്ല, കുടുംബ കല്ലറകൾ. അതിപ്പോൾ ഇവിടുന്ന് ഇവിടെ കല്ലുവയിൽ ഇവിടെ ഒരാൾ മരിച്ച് നമ്മുടെ കുടുംബ കല്ലറ അവിടെ മരങ്ങാട്ടുപള്ളിലാണെങ്കിൽ ഇപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അത് അടുത്ത കൊല്ലം ആ ആ മൃതശരീരം ആ കല്ലറ തുറന്നിട്ട് ആ ശരീരം എടുത്തിട്ട് ആ ശരീരം എല്ലുകളുണ്ടാകും. ആ എല്ലുകൾ പുതിയ ഇതിൽ തുണിയിൽ പൊതിഞ്ഞിട്ട് അത് അവിടെ കൊണ്ടുപോയിട്ട് ആ കല്ലറയിൽ, കുടുംബ കല്ലറയിൽ വെക്കണമെന്നുള്ളതാണ് അവരുടെ ഇത്. അതൊരു വലിയൊരു ആചാരമാണ്. അത് അതൊരു വലിയൊരു തിരുനാൾ പോലെയാണ്. കുടുംബക്കാരെല്ലാവരും വരും. അപ്പം അവരെല്ലാവരും അതിൽ പങ്കുവഹിക്കണം എന്നുള്ളതാണ്. കുടുംബക്കാരെവിടെയുണ്ടെങ്കിലും അങ്ങനെ ഒരു ഈ കുടുംബ കല്ലറ തുറന്നിട്ട് എല്ലാവരുടെയും പുറത്ത് വന്ന്, അപ്പോൾ നമുക്കറിയാം ആരാണ് നമ്മുടെ വല്യപ്പൻ്റെ എല്ല് ഏതാണ്, വല്യമ്മയുടെ എല്ലാണ്, വല്യപ്പൻ്റെ ഏതാണ്. ഇതെല്ലാം കുടുംബക്കല്ലറ തുറന്ന് ഈ അതെല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ആഘോഷമായിട്ട് അവർ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം അത് പിന്നെയും കൊണ്ടുപോയിട്ട് ഉള്ളിലേക്ക് വെക്കുന്നു എന്നുള്ളതാണ്. അവർ നമ്മുടെ ഒപ്പം ഉള്ളതായിട്ടുള്ള ആഹ്ലാദമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതെ. കാരണം ആ മരിച്ചു പോയ ആ ആത്മാക്കൾ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പിതാ. അതുപോലെ തന്നെ വളരെ ഇവിടെ നിന്നും ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുരുഷന്മാർ വിവാഹം ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്ത്രീകളിൽ നിന്ന് സ്ത്രീധനം വാങ്ങുന്ന ഒരു ദുരാചാര രീതി ഇവിടെയുണ്ട്. പക്ഷേ അവിടത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ പെൺപണം കൊടുത്താണ്, അല്ലെങ്കിൽ അവിടെ പശുക്കളാണ് അവിടുത്തെ ധനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പശുക്കളെ കൊടുത്ത് സ്ത്രീകളെ വിവാഹം ചെയ്ത് ജീവിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. ഇത് അങ്ങനെ തന്നെയാണോ? ഏകദേശം അങ്ങനെ തന്നെയാണ്. എന്തെന്നാൽ അവിടെ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ പശുവിനെ അല്ലെങ്കിൽ കന്നുകാലിയെ കൊടുക്കുന്നതിനായിട്ട് ഇപ്പം ഇവനില്ലെങ്കിൽ അവൻ അടുത്തയാളെ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ കുടുംബത്തിൽ ചെന്നിട്ട് അവർ ആരും അറിയാതെ ഒരു പശുവിനെ അവിടുന്ന് കട്ടുകൊണ്ട് പോകണം. ആ കട്ടുകൊണ്ട് പോയിട്ട് അത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കും. അപ്പം അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്, ഇവളെ അതെ ഇഷ്ടമാണ്, അതുപോലെ എന്തെങ്കിലും കുഴപ്പമില്ലാതെ അവളെ പുലർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ കളവ്. ഈ ഭാര്യയെ കിട്ടുന്നതിനായിട്ട് ഒരു ഭർത്താവിൻ്റെ ആ വിരുദ്ധം തെളിയിക്കുക എന്നുള്ളതാണ്. അത് കൂടുതലായിട്ട് ഇപ്പം ഉണ്ട്. അങ്ങനെയാണ്. അതാണ്ട് സ്ത്രീധനം എന്നുള്ള ഒരു പരിപാടി അവിടെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അവിടുന്ന് മോഷ്ടിച്ചായാലും പശുവിനെ കൊടുത്ത് ജീവിക്കുന്നു. അവിടുത്തെ പിതാവെ, അവിടുത്തെ ദാമ്പത്യ ജീവിതങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെയൊക്കെ ഇപ്പോൾ വലിയ ആഘോഷത്തോടെ വിവാഹങ്ങൾ നടക്കുന്നു. പക്ഷേ അതിനൊക്കെ നൈമിഷികമായ ജീവിതം, വിവാഹമോചനങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസം കൂടി, സംസ്കാര സമ്പന്നരാണ്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ടായിട്ടും നിസ്സാര കാരണങ്ങളുടെ പേരിലാണ് ഇവിടെ വിവാഹമോചനങ്ങൾ നടക്കുന്നത്. അവിടെ സമ്പത്തില്ല, ദാരിദ്ര്യമാണ്, വിദ്യാഭ്യാസമില്ല, അങ്ങനെയുള്ളൊരു രാജ്യമാണത്. അവിടുത്തെ വിവാഹ ജീവിതം എങ്ങനെയാണ്? കെട്ടുറപ്പുള്ളതാണോ?
കെട്ടുറപ്പുള്ളതാണെന്ന് ചോദിച്ചാൽ വിവാഹ ജീവിതം നമ്മുടെ ഇവിടുത്തെ പോലെയല്ല വിവാഹ ജീവിതം. പിന്നെ നമ്മുടെ പള്ളികളിൽ വെച്ച് കുദാശകൾ സ്വീകരിച്ചവർ ഏകദേശം അതേമാതിരി നമ്മുടെ ഇവിടെയുള്ളതുപോലെയൊക്കെ പോകുന്നു. അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരുടെ സമ്പ്രദായം അനുസരിച്ച് ആർക്കും ഉതപ്പ് വരുത്തുവാനായിട്ടല്ല ഞാനിത് പറയുന്നത്. സാധാരണയായിട്ട് ഒരു പെൺകുട്ടി അവളുടെ പ്രായമാകുമ്പോൾ ആ പെൺകുട്ടിയിലേക്ക് ആരിൽ നിന്നും ഒരു ഗർഭം ധരിക്കാമെന്നുള്ളതാണ്. ആ ഗർഭം ധരിച്ചിട്ട് ആ കുട്ടിയെ പ്രസവിച്ചാൽ അത് അമ്മയോ അല്ലെങ്കിൽ അപ്പനോ അല്ലെങ്കിൽ വേറെ ഇളയമ്മയോ അതുപോലെ വലിയപ്പനെയോ അവൾക്ക് കൊടുക്കാം ആ കുട്ടിയെ വളർത്തുന്നതിനായിട്ട്. അത് എന്താണ് അവൾ കാണിക്കുന്നത്? എനിക്ക് ഗർഭം ധരിക്കുവാൻ കഴിയും, എനിക്ക് കുട്ടികളെ ഗർഭം ധരിക്കുവാൻ കഴിയുമെന്ന് കാണിക്കുകയാണ് അസോസിയേറ്റ് അവരുടെ സമ്പ്രദായം അനുസരിച്ച്. അത് പോയിട്ട് അതിൽ നിന്ന് ഒത്തിരി നമ്മുടെ ഇടപെടലിൽ വന്നപ്പോൾ ആ ഒരു രീതിയിൽ അത് മാറ്റം വരുന്നതിനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കെട്ടുറപ്പുള്ള ഒരു വിവാഹ സമ്പ്രദായം കുറവാണ് എന്ന് തന്നെ പറയാം. രൂപതയിൽ തന്നെയാണെങ്കിലും വളരെയധികം വിവാഹ കുദാശകൾ ഇല്ല എന്നുള്ളതാണ്. അപ്പം നേരത്തെയുള്ള ക്രിസ്ത്യാനികൾ അവരത് മനസ്സിലാക്കിയിട്ടുള്ളത് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കന്യകാ വിവാഹമൊക്കെ കുറവാണെന്ന് പറയാം. കാരണം അവരുടെ സമ്പ്രദായം അതാണെന്നുള്ളതാണ്. പക്ഷേ സഭയുടെ ഇടപെടൽ ഇത്തരം ദുരാചാരങ്ങളെ മാറ്റുവാനും വിശുദ്ധ ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുവാനും അതുകൊണ്ടൊക്കെ ആയിരിക്കാം സഭയിലേക്കും ഈ നമ്മുടെ സുവിശേഷ പ്രഘോഷകരിലേക്കും മിഷണറിമാരിലേക്കും അവിടുത്തെ ജനത കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കും. തീർച്ചയായിട്ടും. കാരണം പിന്നെ അവിടുത്തെ ഒരു കാര്യത്തെ പറയുവാണെങ്കിൽ അവിടെ ഈ കാർന്നോന്മാർക്ക് വലിയ വില കൊടുക്കേണ്ടതാണ്. അവർ പറയുന്നതാണ് ദൈവവാക്യം. അവർ പറയുന്ന പോലെ ചെയ്യണമെന്നുള്ളതാണ്. ആര് ആണെങ്കിലും ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ പറയുന്നത് പോലെ കേൾക്കുമെന്നുള്ളതാണ്. എല്ലാവരും പറയും, അവരുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ അവർ പറയുന്നതാണ് ശരിയായിട്ടും നടത്തേണ്ടതെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് എന്താണ് രൂപതയിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ പഠിത്തത്തിനൊക്കെ പോകുന്നവർ യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ ദൂരെ പോകണം. അവിടെയൊക്കെ പോകുന്നവർ തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ കാർന്നോന്മാരെ ഭയന്നിട്ട്. അപ്പം അവിടെ ഒരു ഇൻഡസ്ട്രിയും ഇല്ലെന്നുള്ളതാണ്. കാരണം ഈ കാർന്നോന്മാർക്ക് അധികം വിദ്യാഭ്യാസമില്ല. അപ്പോൾ അവർ പറയുന്ന പോലെ എല്ലാം ജീവിക്കണമെന്നുള്ളതാണ്. അപ്പം ഈ പഠിക്കാൻ പോകുന്നവരൊക്കെ അവിടെ എന്തെങ്കിലും ജോലി കണ്ട് അവിടെ തന്നെ ജീവിക്കും. പിന്നെ എപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്? 3 സമയത്താണ് അവർ തിരിച്ചു വരുന്നത്. 3 സന്ദർഭങ്ങളിൽ. ഒന്ന്, ആരെങ്കിലും മരിച്ചാൽ. രണ്ടാമത്തത് വിവാഹത്തിന്. മൂന്നാമത്തത് ഇപ്പോൾ ഈ മരിച്ചവരുടെ എല്ലുകളൊക്കെ പുറത്തെടുക്കുന്ന ആ സമയത്ത് എന്തായാലും ഏത് രാജ്യത്താലും അവർ വരും, ശ്രമിക്കും. അല്ലെങ്കിൽ വരാൻ പറ്റിയില്ലെങ്കിൽ അവനുള്ള പങ്ക് ഇപ്പോൾ ഞങ്ങൾ 9 പേരാണെങ്കിൽ 9 പേരും ഒരേ മാതിരി അതിൽ പങ്കുവഹിക്കണമെന്നുള്ളതാണ്. അപ്പോൾ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആളെ കഴിയില്ലെങ്കിൽ അത് ഇത്ര ഉദാഹരണമായിട്ട് ഒരു 5000 രൂപ കൊടുക്കണം. അപ്പോൾ എല്ലാവരും 5000 രൂപ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പൂർവികരുടെ ആ ശാപം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്ക്. അപ്പോൾ അതിന് പങ്കെടുക്കണം. ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ എവിടെയായാലും ആ സമയത്ത് അവർ വരും. വരുമോ അല്ലെങ്കിൽ അതിനുള്ള കാശ് കൊടുത്തയക്കുകയോ എന്നതാണ്. അത് ശരി. പിന്നെ അവിടുത്തെ ഒരു പറയുകയാണെങ്കിൽ ഒരു കെട്ടുറപ്പ്, അതൊരു കുടുംബ സമ്പ്രദായമാണ്. കൂട്ടുകുടുംബ സമ്പ്രദായം. അതുകൊണ്ട് അവിടെ ഓൾഡ് ഏജ് ഹോംസ് ഒന്നും ഉണ്ടാവില്ല. ഇല്ല, അവിടെ ഓൾഡ് ഏജ് ഹോംസേ ഇല്ല. അതുപോലെ ഈ അനാഥാലയങ്ങൾ തീരെ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ കർണന്മാരുണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ നോക്കണമെന്നുള്ളതാണ്. അതൊരു വിശ്വാസമാണ്. അപ്പോൾ അത് അങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. പ്രായമായ കാരണന്മാരെ മക്കൾ നോക്കണം. മക്കളുടെ മക്കളോ ഒക്കെ നോക്കണമെന്നുള്ളതാണ്. കല്ലുവയൽ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്താണ് അങ്ങയുടെ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. 9 മക്കളുള്ള ഒരു കുടുംബമാണ്. അതിൽ 3 പേര് ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തവരാണ്. ഏറ്റവും ഇളയ സഹോദരൻ ഫാദർ സജി ഒരു സഭയുടെ പ്രൊവിൻഷ്യലായിട്ട് സേവനം ചെയ്യുന്നു. സിസ്റ്റർ ടെസീൻ ഇപ്പോൾ SH സന്യാസ സമൂഹത്തിലെ സിസ്റ്ററായി ജോലി ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം 2 കൈയും തുറന്ന് അനുഗ്രഹിച്ചു എന്ന് പിതാവിന് തോന്നുന്നു. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം എന്ന് പറയാം. അത് പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ ആ ഒരു പ്രാർത്ഥനയായിരുന്നു.
കൊച്ചുനാളിലെ മുതൽ പ്രാർത്ഥിക്കുവാനും അതുപോലെ എങ്ങനെ ജീവിക്കണമെന്നും കർക്കശത്തിൽ വളർത്തിക്കൊണ്ട് വന്ന പിതാക്കന്മാരുടെ പ്രത്യേകമായ അവരുടെ ഫലമാണ്, അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ. അപ്പം പിന്നെ ജോർജ് പറഞ്ഞതുപോലെ ഞാൻ ഒന്നാമത്തെ കടിഞ്ഞൂൽ പുത്രനാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ 4-മത്തെയാണ് ടെസീന, അതുപോലെ 9-മത്തെ ആളാണ് സജി ജോർജ്. MSFSൻ്റെ പ്രൊവിൻഷ്യലല്ല, ഒരു ജനറൽ കൗൺസിലറായിട്ട് ഇപ്പോൾ റോമിൽ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാം ദൈവഹിതമാണ്, ദൈവം വിളിച്ചിട്ട് അയക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരാണെങ്കിലും ഞങ്ങൾ കുടുംബത്തിൽ ആരും പുകവലിക്കുകയോ മദ്യം ഉപയോഗിക്കുകയോ അതുപോലെ ഒരു ദുശ്ശീലങ്ങളും ഇല്ലാത്തവരാണ് എല്ലാവരും. അത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണെന്നുള്ളത്. അതുപോലെ സഭാ ജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ അവർ നന്നായിട്ട് പങ്കെടുക്കുന്നുള്ളതാണ്. വേദപാഠ അധ്യാപനം, കോർഡിനേറ്ററും അതുപോലെ മറ്റൊരു കമ്മിറ്റിയും അതുപോലെ എല്ലാ കാര്യങ്ങളിലും സജീവമാണ്, സജീവ ഭാഗത്വം. അത് ആ കാരണവന്മാരിൽ നിന്ന് കിട്ടുന്നതാണ്. അച്ഛന്മാരുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ട്. അത് മറ്റുള്ള ജനങ്ങൾക്കും അത് ഒത്തിരി സന്തോഷമുണ്ട്. പിതാവ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു മാതാവിനോടുള്ള ഭക്തിയെക്കുറിച്ച്, മാതാവിൻ്റെ ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിതാവെ, അവിടുത്തെ അത്രയേറെ കഠിനമായ ജീവിതയാത്രയിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന വഴികളിലൂടെ അങ്ങ് ഏകനായി യാത്ര ചെയ്യേണ്ട അവസരങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ മാതാവിൻ്റെ കാപ്പയുടെ കീഴിൽ ഒരു സംരക്ഷണം ലഭിച്ചു എന്ന് തോന്നുന്ന ഒരു സംഭവം എന്ന് പറയാം. തീർച്ചയായിട്ടും ഇത് മാതാവിനോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. മാതാവ് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ അമ്മച്ചി പറഞ്ഞു, അമ്മയുടെ മകനാണ് നീ, കാഴ്ചവെച്ചതാണ്. അപ്പോൾ പണ്ട് എടൂര് പള്ളിയിൽ തിരുനാളിലപ്പം ചാച്ചനും അമ്മച്ചി എന്നെ കൊണ്ടുപോകായിരുന്നു. അത് എപ്പോഴും മനസ്സിലുണ്ട്. അതുപോലെ ഇപ്പോഴാണെങ്കിലും ഞാൻ എവിടെ പോയാലും ആ ജപമാല, കഴുത്തിലുണ്ട് ജപമാല, കയ്യിൽ വിരലിലുണ്ട് ജപമാല, അതുപോലെ പിന്നെ കീശയിലാണെങ്കിലുണ്ട്, അതുപോലെ പിന്നെ വണ്ടിയിലാണെങ്കിലുണ്ട്. അതുപോലെ എവിടെ പോയാലും ആ ജപമാല ചെല്ലുക എന്നുള്ളതാണ്. ഞാനിപ്പം സാധാരണയായിട്ട് പിന്നെ എൻ്റെ രൂപത ആസ്ഥാനത്തിൽ നിന്നും ക്യാപിറ്റലിലേക്ക് പോകണമെങ്കിൽ അവിടെ ഏകദേശം 600 കിലോമീറ്ററുണ്ട്. അത് ഒരു 14 മണിക്കൂർ എടുക്കും. നല്ല വഴികൾ, ഇവിടുത്തെ പോലെ വഴികളല്ല. അപ്പോൾ ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഞാൻ പിന്നെ ജപമാല ചൊല്ലുക എന്നുള്ളതാണ്. ആ ജപമാല ചൊല്ലിയിട്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മളെ സഹായിക്കുന്നവരെയും മറ്റു കുടുംബാംഗങ്ങളെയും അറിയുന്നവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഉദാഹരണമായിട്ട് ഞാൻ അധികം പിന്നെ മോട്ടോർ സൈക്കിളൊക്കെ പഠിച്ചു. ഞാൻ ഇവിടെ റീജൻസി സെക്കൻഡറാബാദിലാണ് ചെയ്തത്, കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങാണ്. ആ സമയത്ത് എൻ്റെ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെന്ന് പറയാം, പിന്നെ പുള്ളിക്കാരൻ ഈ പിന്നെ റാലിയിൽ പങ്കെടുക്കുന്നതാണ്. ഭയങ്കര സ്പീഡിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്നത്. അപ്പോൾ എനിക്കൊന്ന് തോന്നി എന്തുകൊണ്ട് എനിക്ക് പിന്നെ ഓടിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഓടിച്ച് ഇങ്ങനെ പോകുമ്പം ഒരു പെട്ടെന്നൊരു കുഴിയിലേക്ക് പിന്നെ മോട്ടോർ സൈക്കിൾ വീഴുകയാണ്. അമ്മേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഒന്നും പറ്റിയില്ല, മോട്ടോർ സൈക്കിളും ഒന്നും പറ്റില്ല, കുഴിയിൽ നിന്ന് കയറി. അമ്മയുടെ കൈ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പിന്നെ ഞാൻ പിന്നെ എവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പോയി കാണുവാനും മാതാവിനോട് നന്ദി പറയുവാനും. ഈ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞാൻ ജൂലൈ മാസത്തിൽ ലൂർദിൽ പോയി. അതുപോലെ അവിടുത്തെ ഇമാക്കുലേറ്റ് കൺസെപ്ഷന് ബസിലിക്ക ഉണ്ട്. ആ ബസിലിക്ക പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ പറഞ്ഞു പിതാവാണെന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ള തരുന്നതാണ് മാതാവിൻ്റെ. അതുപോലെ തന്നെ പിതാവ് ഈ സാധനങ്ങൾ മാത്രം കൊണ്ടുപോകുന്ന, മനുഷ്യർ യാത്ര ചെയ്യാത്ത ഒരു യാത്ര ചെയ്ത അത് വളരെ രസമാണ്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒത്തിരി ദൂരെ 85 കിലോമീറ്റർ. അപ്പം ഞാൻ അവിടെ ആദ്യം ചെന്നപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ വഴി ഉണ്ടാക്കണം, വഴി ഉണ്ടാക്കിയിട്ട് മോട്ടോർ സൈക്കിൾ വരുന്നതിനൊക്കെ. അപ്പോൾ അവിടുത്തെ പിന്നെ എന്താണ് ഗ്രാമത്തലവൻ പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കാം, തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കാമെന്ന്. അപ്പോൾ ഞാനത് 4 കൊല്ലം ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും നടന്നാണ് പോയത് 2 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം ചിലപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നെ വലിയ കുന്നൊക്കെ കയറുമ്പോൾ ഈ മസിൽ കയറുമ്പോൾ കൂട്ടത്തിലുള്ളവർ നമ്മളവിടെ ഇരുന്ന് അത് തിരുമ്മിയിട്ട് ആ മസിൽ ശരിയാക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് 2004 ചെന്നു. അത് കഴിഞ്ഞ് 2019 അവിടെ ഒരു പള്ളി ആ സ്ഥലത്ത് ഉണ്ടാക്കി. അപ്പോൾ ആ പള്ളി ഉണ്ടാക്കുന്നതിനായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായിട്ട് ഈ ചെറിയ ട്രാക്ടർ പോലെ ഒരു സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ 2019 അവരെ പള്ളി തീർത്തു. അപ്പം കൊറിയയിൽ നിന്നും കുറച്ച് സഹായം
കിട്ടി. അവിടെ നിന്ന് ഒരു കൊറിയയിൽ നിന്നൊരു മിഷണറി അച്ഛനുണ്ടായിരുന്നു അച്ഛന്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലാനായിട്ട് എന്ത് ചെയ്തു, അന്നേരം അവർ പറഞ്ഞു 25 കിലോമീറ്റർ എനിക്ക് ഈ 4 വീൽ ഡ്രൈവിൽ പോകാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വഴി ഇല്ല, ചെറിയ വഴി, ഇടുങ്ങിയ വഴി, പാലമൊന്നുമില്ല. അപ്പോൾ ഈ ഇതിൽ കിബോട്ട എന്ന് പറയും ചൈനീസിൽ, അതിൽ കയറി ഇരുന്നു. ഞങ്ങളുടെ പിന്നെ വേറൊരു അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അതിലിരുന്നു. പിന്നെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് അവിടെ അത് നടക്കുന്ന പോലെ അതേ സ്പീഡിൽ തന്നെ പോകുന്നത്. ഒരു 7 മണിക്കൂർ, അതെ 7 മണിക്കൂർ. അപ്പോൾ അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യർ നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവാനുഗ്രഹമാണ്. അപ്പോൾ കൊന്തയില്ലുക എന്നുള്ളതാണ്, മാതാവിനോട് കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. രാത്രി വളരെ വൈകി അവിടെ എത്തി മഴയെല്ലാം കൊണ്ട്, എന്നിട്ട് അവിടെ വീട്ടുകാരത് തുറക്കാതെ വന്ന അനുഭവം. അർദ്ധരാത്രിയിൽ പിന്നെ ഒന്നും ലഭിക്കാതെ, ഭക്ഷണമൊന്നും കഴിക്കാതെ, ഭക്ഷണമൊന്നും കഴിച്ചില്ല. പക്ഷെ അവിടെ പിതാവ് അവിടെ വൈകി ചെന്നതുകൊണ്ട് അവിടെ വരില്ല എന്ന് കരുതി അവർ ആ പൊള്ള ഭക്ഷണം മുഴുവൻ കഴിക്കുകയും ചെയ്തു. അതെ അതേ ചെന്നപ്പോൾ അവിടെ പിന്നെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വൈകുന്നേരം ചെല്ലേണ്ടതെന്നാണ്, നടന്നാ പോകുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ മഴയത്തൊക്കെ അവിടെ ചെന്ന് വന്നു. പിന്നെ എല്ലാം നനഞ്ഞു, പിന്നെ പാൻസും കോട്ടും എല്ലാം നനഞ്ഞു. പിന്നെ വേറെ ഒന്നും കയ്യിലില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് രാവിലെ ഒരു 2 മണിയായി. അപ്പം അവരുണ്ടാക്കി ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്ന എന്ന ഭക്ഷണമൊക്കെ അവരൊക്കെ കഴിച്ചു. അതെ പിന്നെ 10 മണിയൊക്കെ 12 മണിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 മണിയായപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവരെ വിളിച്ചു. പിന്നെ അവിടെ പിന്നെ ഗ്രാമത്തിലെ പിന്നെ ഇത് കാറ്റക്കിസ്റ്റുണ്ട്. അതുപോലെ അവിടുത്തെ ഒരു കാറ്റക്കിസ്റ്റ് ഒരു 4, 5, 6 ചെറിയ പള്ളികളുടെ ഒരു പിന്നെ നേതൃത്വം വഹിക്കുന്നതിനായിട്ട് ഒരു കാറ്റക്കിസ്റ്റിനെ ഇൻസ്പെക്ടറായിട്ട് നിയമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ അവരെ വിളിച്ചു. അവരൊന്നും വാതിൽ തുറക്കുന്നില്ല. കാരണം ഇത്രയും 2 മണിക്ക് അതിൽ അതെ കള്ളന്മാരാന്ന് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന വീടുകളിലൊക്കെ പോയി മുട്ടി വിളിക്കുന്നു. എല്ലാവർക്കും പേടിയായിട്ട് ഇങ്ങനെ വിളിച്ചില്ല. അത് കഴിഞ്ഞ് അവസാനം ഒരാൾ അച്ഛനാണോ പിതാവാണെന്നും പറഞ്ഞിട്ട് അവർ പുറത്ത് വന്നു. അപ്പോൾ നോക്കുമ്പോൾ മുഴുവൻ നനഞ്ഞ് ഒലിയാണ്. അപ്പോൾ അവർ നമ്മുടെ ഈ കൈലി പോലത്തെ അവിടുത്തെ മുണ്ടുണ്ട്, നനഞ്ഞതിൻ്റെ അപ്പുറം വിശപ്പ്. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു, അവർ ക്ഷമിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം അതെ ഞങ്ങൾ കഴിച്ചു. ഇനി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പം തന്നെ വേഗത്തിൽ പിന്നെ ചോറിട്ടിട്ട് തരാം, കോഴിയെ കൊന്നിട്ട് തരാമെന്ന് പറഞ്ഞ് 4 മണിയോടുകൂടി ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടാണ്. പിതാവേ, ഇപ്പം മഡഗാസ്കർ രൂപതയിൽ അങ്ങെത്തി, ആ ഒരു ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെത്തി. ആ പിതാവിൻ്റെ അതൊരു 40 വർഷം 37 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അങ്ങനെ ആഫ്രിക്കയിൽ എത്തപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതകരമായൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അവിടെ എത്തി ഒട്ടേറെ നല്ല കാര്യങ്ങൾ, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, ഒട്ടേറെ ആളുകളെ ദൈവത്തെ പകർന്നു കൊടുത്തു, ഒട്ടേറെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ഒട്ടേറെ ആളുകൾക്ക് മനഃശാന്തി പകർന്നു നൽകാൻ അങ്ങേക്ക് കഴിഞ്ഞു. പിതാവ്, ഇനിയും മഡഗാസ്കർ രൂപതയെക്കുറിച്ചുള്ള അങ്ങയുടെ പ്രതീക്ഷകൾ, അങ്ങയുടെ സ്വപ്നങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് വേറെ വേലക്കാർ ചുരുക്കമെന്നാണ്. ധാരാളം വേലക്കാരെയാണ് വേണ്ടത്. അതായത് ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സന്നദ്ധതയുള്ളവരെയാണ് വേണ്ടത്. ഇപ്പം പിന്നെ എല്ലാവർക്കും അവിടെ ആഫ്രിക്കയിലൊന്നും പോകാനായിട്ടും മഡഗാസ്കറിൽ വരാനായിട്ടും പറ്റില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഓർക്കുക, വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, പ്രത്യേകിച്ചും പ്രാർത്ഥനാ സഹായം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, പിന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ ഒരു പിന്നെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി സ്കൂളുകൾ ഉണ്ടാക്കണം, പള്ളികൾ ഉണ്ടാക്കണം, അതുപോലെ പിന്നെ പള്ളി മുറികൾ ഉണ്ടാക്കണം. അതുപോലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നതിനായിട്ട് സഹായം വേണം. ആ സഹായം നമ്മളെ കൊണ്ട് കഴിയുന്ന ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം പലരും ഇപ്പം ഇന്ത്യയിൽ നിന്നും മിഷണറിമാർ മഡഗാസ്കറിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അവരോട് പറഞ്ഞു, CMI അച്ഛന്മാരൊക്കെ ഉള്ള രൂപതകളിൽ പോവുക. അവിടെ പിന്നെ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ഇപ്പോൾ CMC സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ക്രിസ്താസ് സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ വേറെ കോൺഗ്രിഗേഷൻ്റെ സിസ്റ്റേഴ്സൊക്കെ, അതുപോലെ അച്ഛന്മാരോ ബ്രദേഴ്സോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പം ഈ മഡഗാസ്കർ എന്ന് പറയുന്നത് നമുക്കൊരു പിന്നെ ആദ്യം പറഞ്ഞ പോലെ ദാഹിക്കുന്ന പിന്നെ വിമുക്തിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൽ എത്രയോ കഷ്ടപ്പെടുന്ന, ഇപ്പോൾ ഞാൻ പറഞ്ഞു 90% ജനങ്ങൾ, 3 കോടി ജനങ്ങൾ 90% ഈ പിന്നെ പട്ടിണി രേഖയ്ക്ക് താഴെയാണ് ഉള്ളത്. അത്രമാത്രം കഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട്, അതുപോലെ പല സ്ഥലങ്ങളിലും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാം ദൈവ അനുഗ്രഹമാണെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദിവസവും നമുക്ക് കിട്ടുന്ന സമയം, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുക. അശുദ്ധിയിലേക്കല്ല, എപ്പോഴും നല്ലത്
ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ നമുക്ക് നല്ലത്. അപ്പം മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുക എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്, സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ, സംതൃപ്തിയിൽ ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാവർക്കും, യുവജനങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ കുടുംബത്തിലെല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നമ്മൾ ഇപ്പോൾ നമ്മുടെ പരിപാടികൾ അവസാനിക്കുകയാണ്. നമ്മുടെ ശാലോം TV പ്രേക്ഷകർക്കും എല്ലാവർക്കും മലഗാസി ഭാഷയിൽ ഒരു ബൈ പറയാൻ കഴിയും. ഓക്കെ, അവിടെ മലഗാസിയാണെന്ന് പറയുന്നത് ബൈ ബൈ എന്ന് പറയുന്നത് സാധാരണയില്ല, അറിയത്തില്ല അവർക്ക്. അപ്പം സാധാരണയായിട്ട് പറയുന്നത് മിസ്ഔട്ട് എന്നാണ്. മിസ്ഔട്ട്. അത് കഴിഞ്ഞിട്ട് പറയും ഹുത്തഹീൻ അൻറ്റിമാൻറ്റ എനാവു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഹുത്തഹീൻ അൻറ്റിമാൻറ്റ എനാവു. അൻറ്റിമാൻറ്റ് എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. മിസ്ഔട്ട എന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ. മിസ്ഔട്ട ബേഡ്സക്ക. ഒത്തിരി നന്ദി ഇന്ന്.